താങ്കൾ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാനിവിടെ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് കുറിച്ചിട്ടുള്ളത്. പലപ്പോഴും പല ഉദ്ഘാടനങ്ങൾക്കും ബോബി ചെമ്മണ്ണൂരിന് ഒപ്പം എത്തിയിട്ടുണ്ട് ഹണി റോസ്. അപ്പോഴൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പല ഡയലോഗുകളും ബോച്ചെ വിടാറുണ്ടെന്ന് നമുക്കറിയാം. പലപ്പോഴും ഇത് ബോഡി ഷെയ്മിങ്ങിനൊക്കെ ഹണി റോസിനെ ഇരയാക്കി മാറ്റിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഒരു വ്യക്തി എന്നെ നിരന്തരം അപമാനിക്കുകയാണ്, ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിക്കൽ തുടരുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് കുറിച്ചത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് ഹണി റോസ് പറഞ്ഞിരുന്നു. ഇതിനടിയിൽ ഒരുപാട് മോശം കമൻറ്റുകൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് ബോച്ചയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലും പോലും കടുത്ത ബോഡി ഷേമിങ്ങുകളും കളിയാക്കലുകളുമാണ് ഹണി റോസ് നേരിട്ടുള്ളത്. ഇതിനെതിരെ പലർക്കും എതിരെ കേസെടുക്കുകയും ഏകദേശം 30ഓളം പേർക്കെതിരെയാണ് ഇതിൽ കേസും എടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ അന്നൊന്നും പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആളുകളെല്ലാം അത് ബോച്ചയാണ് എന്ന് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എന്താണെങ്കിലും ഇന്ന് വളരെ വ്യക്തമായി തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞ് ഹണി റോസ് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഹണി റോസ് പറഞ്ഞിട്ടുണ്ട്, പണത്തിൻ്റെ ഹുങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷേ ഞാൻ ഈ നിയമവ്യവസ്ഥയിലാണ് വിശ്വസിക്കുന്നു എന്നാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്ത കാര്യമാണ് ഇന്ന് ഹണി റോസ് പറഞ്ഞിട്ടുള്ളത്. മാനസിക വൈകല്യമുള്ള പലരുടെയും പുലമ്പുകൾ അത് വെറും വിലയില്ലാതെ അവഗണിക്കാറാണ് ഹണി റോസ് ചെയ്യാറുള്ളതെന്നും, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശക്തമായി നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നാണ് ഹണി റോസ് പറയുന്നത്. എന്താണെങ്കിലും എത്ര പണമുള്ളവനാണെങ്കിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയുള്ള വില കുറഞ്ഞ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല. നമ്മുടെ കുട്ടികൾ ഇതൊന്നും കണ്ടു വളരാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.